നേരത്തെ നമ്മൾ MPFIൻ്റെ കാര്യമില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. MPFI എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പെട്രോൾ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. CRDI എന്ന് പറയുമ്പോൾ ഡീസൽ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂസ് വരുന്നുണ്ട്. ഒന്ന് എഫിഷ്യൻസി കൂട്ടും, അതുപോലെ തന്നെ നോയ്സ് കുറയ്ക്കും. അപ്പോൾ നമ്മുടെ പ്രോസസ്സിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ റിസർവെയറിനെയാണ് നമ്മൾ കോമൺ റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമൺ റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ട്യൂബാണ്. ആ ലോങ് ട്യൂബിനകത്ത് തന്നെ കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഓരോ ബ്രാഞ്ചസ് ഓരോ ഫ്യൂൽ ഇഞ്ചക്ടറുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിൽ നിന്നായിരിക്കും. ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് ഈ ഡീസലിനെ കംപ്രസ് ചെയ്യും അറ്റ് ഹൈ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് 3 ബാർ വരെ അത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഹൈ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് 1000 to 2000 ബാർസ് വരെയാണ് കംപ്രസ് ചെയ്യുന്നത്. ഇനി ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂൽ ഉണ്ടല്ലോ, നമ്മുടെ ഡീസൽ ഉണ്ടല്ലോ, അത് ഈ കോമൺ റെയിലിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അതൊരു ബഫറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ECU ആയിരിക്കും. ECUവിന് സിഗ്നൽ കൊടുക്കുന്ന ആരാണ്? സെൻസറാണ്. സെൻസർ സിഗ്നൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ റിയൽ ടൈം ഡേറ്റ, അതായത് നമ്മുടെ അതിൻ്റെ സ്പീഡ്, ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ECU അതിന് എത്ര ക്വാണ്ടിറ്റി വേണം അല്ലെങ്കിൽ എത്ര അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി CRDIയിൽ ഈ ഇഞ്ചക്ടേഴ്സ് എന്ന് പറയുന്നത് ഓരോ സോളിനോയിഡ് വാൽവ്സ് ആണ്. അതായത് ഈ ECU ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുക്കുമ്പോൾ ഈ ഇഞ്ചക്ടർ അതിൻ്റെ പ്ലഞ്ചറിനെ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്യൂവൽ ഡയറക്റ്റായിട്ട് ആ കമ്പഷൻ ചേമ്പറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ കൺവെൻഷണൽ സിസ്റ്റംസ് പോലെയല്ല ഈ ഇഞ്ചക്ഷൻ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻജിൻ സ്പീഡിനെയാണ്. ഓക്കെ, അപ്പം ഈ CRDIക്ക് ആ ഹൈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ലോ സ്പീഡ് ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഹൈ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ബെറ്റർ ഫ്യൂവൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കംപ്ലീറ്റ് കമ്പഷൻ അവിടെ നടക്കും. അതുപോലെ ലോവർ എക്സോസ്റ്റ് എമിഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ അഡ്വാൻറ്റേജസ് കൂടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CRDIക്കകത്ത് വരുന്നത്. ജസ്റ്റ് അതിൻ്റെ ഫിഗർ കൂടി നോക്കി വെച്ചേക്കുക. ഫിഗർ എല്ലാത്തിനകത്തും ഈ ഒരു ഓട്ടോമോട്ടീവിനകത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫിഗർ പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിഗറെല്ലാം നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ.